വികാരനിലയം ദേവം ഗജവക്ത്രം ചതുർഭുജം പിജണ്ഡിലമഹം വന്ദേ സർവവിഘ്നോപശാന്തയേ. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതോ വന്ദേ ഭഗവന്തോ പുനഃ പുനഃ. ഓം ഭദ്രം കർണേഭിഃ ശൃണുയാമദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിഃ യജത്രാഃ സ്ഥിരൈരംഗൈസ്തുഷ്ടവാംസസ്തനൂഭിः വ്യശേമ ദേവഹിതം യദായുഃ ഭദ്രം नो അപിവാദയമനഃ. ഓം ശാന്തി ശാന്തി ശാന്തി. മുണ്ടക ഉപനിഷത്തിലെ രണ്ടാം മുണ്ടകത്തിലെ ഒന്നാം കാണ്ഡത്തിലെ 9-ാമത്തെ മന്ത്രം. അധഃ സമുദ്രാ ഗിരയശ്ച സർവേസ്മാത് സ്യന്ദന്തേ സിന്ധവ സർവരൂപാ. അധശ്ച സർവാ ഔഷധയോ രസശ്ച യേനേഷ ഭൂതൈ തിഷ്ഠത്യന്തരാത്മാ. സർവേ സമുദ്രാ ഗിരയാ ച എല്ലാ സമുദ്രങ്ങളും പർവ്വതങ്ങളും. അത ഇവനിൽ നിന്നു തന്നെ, ഈ പുരുഷനിൽ നിന്നു തന്നെ, സർവരൂപ എല്ലാ വിധത്തിലുള്ള, സിന്ധവ സിന്ധുക്കൾ നദികൾ, അസ്മാത് ഈ പുരുഷനിൽ നിന്നു തന്നെയാണ് ഒഴുകുന്നത്, സ്യന്തന്തേ ഒഴുകുന്നത്, സർവാ ഔഷധയ ച എല്ലാ ഔഷധികളും, യേന യാതൊരു രസത്താൽ, യേഷ ഇവൻ, ഭൂതൈ ഭൂതങ്ങളാൽ പരിവേഷ്ടിതനായിട്ട്, സ്ഥൂലങ്ങളായ പഞ്ചഭൂതങ്ങളാൽ പരിവേഷ്ടിതനായിട്ട് ചുറ്റപ്പെട്ടിട്ട്, അന്തരാത്മാ അന്തരാത്മാവായി സൂക്ഷ്മശരീരരൂപനായി, തിഷ്ഠതേ സ്ഥിതി ചെയ്യുന്നുവോ, സരസ ച ആ രസവും, അത ഇവനിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നു എന്നാണ് ഈ മന്ത്രത്തിൽ പറയുന്നത്. ക്ഷാരം ഉപ്പ് രസമുള്ളത് മുതലായ എല്ലാ സമുദ്രങ്ങളും, ഉപ്പ് രസമുള്ള ക്ഷാരരസമുള്ള എല്ലാ സമുദ്രങ്ങളും, ഹിമവാൻ തുടങ്ങിയ എല്ലാ പർവ്വതങ്ങളും ഈ പുരുഷനിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നത്. ഗംഗാദികളായ പല പ്രകാരത്തിലുള്ള നദികൾ ഒഴുകുന്നതും ഈ പുരുഷനിൽ നിന്നു തന്നെയാണ്. വ്രീഹിയവം മുതലായ ഔഷധികളെല്ലാം, ധാന്യങ്ങളും ഔഷധികളും എല്ലാം ഈ പുരുഷനിൽ നിന്നു തന്നെ ഉണ്ടാകുന്നു. മധുരം മുതലായ 6 വിധത്തിലുള്ള രസവും ഇവനിൽ നിന്നു തന്നെ ജനിക്കുന്നു. ആ രസത്താലാണ് സ്ഥൂലങ്ങളായ ഭൂതങ്ങൾ ചുറ്റപ്പെട്ട് സർവഭൂതങ്ങളുടെയും അന്തരാത്മാവായിട്ട് സൂക്ഷ്മ ശരീര രൂപത്തിൽ ഈ പുരുഷൻ സ്ഥിതി ചെയ്യുന്നത്. ലിംഗാത്മാവ് അല്ലെങ്കിൽ സൂക്ഷ്മ ശരീരം ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും മധ്യത്തിൽ ആത്മാവിനെ പോലെ ഇരിക്കുന്നത് കൊണ്ട് അതിനെ അന്തരാത്മാവെന്ന് പറയുന്നു എന്ന് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഈ പുരുഷനിൽ നിന്നു തന്നെയാണ് എല്ലാ സമുദ്രങ്ങളും എല്ലാ പർവ്വതങ്ങളും ഉദ്ഭവിക്കുന്നത്, ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു. അതിനുശേഷം എല്ലാ നദികളും ഒഴുകുന്നതും ആവിർഭവിക്കുന്നതും ഇവനിൽ നിന്നു തന്നെ, ഈ പുരുഷനിൽ നിന്നു തന്നെ. അതേമാതിരി തന്നെ എല്ലാ ഔഷധികളും ഈ പുരുഷനിൽ നിന്നു തന്നെ ഉണ്ടാകുന്നു. മധുരം മുതലായ 6 രസങ്ങൾ, മധുരം, എരിവ്, പുളി, ഉപ്പ്, കയ്പ്പ്, ചവർപ്പ് എന്നിങ്ങനെ നമ്മുടെ രസനക്ക്, നാവിന് ഉള്ള രസങ്ങൾ 6 രസങ്ങൾ. ആ 6 രസങ്ങളും ഉദ്ഭവിക്കുന്നതും ഈ പുരുഷനിൽ നിന്നു തന്നെയാണ് എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ രസത്തിന്, രസനേന്ദ്രിയത്തിന് ആവശ്യമായ രസങ്ങൾ എന്തെല്ലാം? ആ 6 സന്തോഷം, ഭയം, ദുഃഖം, കോപം, വെറുപ്പ്, വിഷമം എന്നീ വികാരങ്ങളെയും പ്രതിനിധീകരിക്കുന്നു എന്നും പറയുന്നുണ്ട്. അപ്പോൾ മധുരം, എരിവ്, പുളി, ഉപ്പ്, കയ്പ്പ്, ചവർപ്പ് എന്നീ രസങ്ങളും
എല്ലാ ഔഷധങ്ങളും, എല്ലാ നദികളും, എല്ലാ പർവ്വതങ്ങളും, എല്ലാ സമുദ്രങ്ങളും, എല്ലാ സാഗരങ്ങളും ഈ പുരുഷനിൽ നിന്നു തന്നെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അന്തരാത്മാവ് എന്താണ് എന്നുകൂടെ ഇതിൽ പറയുന്നുണ്ട്. സൂക്ഷ്മ ശരീരം ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും മധ്യത്തിൽ ആത്മാവിനെ പോലെ ഇരിക്കുന്നതുകൊണ്ട് അതിനെ അന്തരാത്മാവെന്ന് പറയുന്നു എന്നുകൂടെ ഈ മന്ത്രത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അന്തരാത്മാവ് എന്താണ്, ആത്മാവ് എന്താണ്, ശരീരം എന്താണ്, അന്തരാത്മാവ് എന്താണ് എന്നുകൂടെ ഈ മന്ത്രത്തിലൂടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും, ഈ വ്യാഖ്യാനത്തിലൂടെ തിരിച്ചറിയാൻ സാധിക്കും.